ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയുടെ 7ാം ചടങ്ങിന് വേണ്ടി ഭയങ്കരമായിട്ട് ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. കണ്ണൻ്റെ നിർദ്ദേശപ്രകാരമാണ് നിൽക്കുന്നത് തന്നെ. അല്ലെങ്കിൽ വേറെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് മാറാമായിരുന്നു കരുണമോളെ. എന്തായാലും ഇതിപ്പോൾ കണ്ടല്ലേ മതിയാവുള്ളൂ. എത്രയും പെട്ടെന്ന് ഈ ചടങ്ങൊന്ന് കഴിഞ്ഞ് അവസാനിച്ചിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ. ഇതൊന്നും കണ്ടു നിൽക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല കരുണമോളെ എന്നൊക്കെ ദുർഗ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഉണ്ണിയാണെങ്കിൽ കരുണയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ കരുണേ ഇങ്ങനെ എല്ലാത്തിനും മാറി നിൽക്കുന്നത്? എന്തായാലും നമുക്കിതൊക്കെ കണ്ടേ മതിയാവുള്ളൂ. എന്തായാലും ഏട്ടൻ പറഞ്ഞതല്ലേ, അയാൾ പറയുന്ന പോലെയാണല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഇത് ചെയ്തില്ലെന്ന് പറഞ്ഞ് അയാളുടെ അടുത്ത വഴക്ക് കേൾക്കാൻ എനിക്ക് എന്തായാലും വയ്യ. ഇനിയിപ്പോൾ ഈ വീട്ടിൽ നിന്നും കൂടെ അയാൾ നമ്മളെ ഇറക്കി വിട്ടാൽ നമുക്ക് പോകാൻ വേണ്ടി വേറൊരു സ്ഥലം പോലും ഇല്ല. അതൊക്കെ നീ മറന്നു പോകരുത്. എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ 5 പൈസ പോലും എടുക്കാനില്ല. നിനക്ക് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നന്നായിട്ട് അറിയില്ലേ. എന്തായാലും നീ ഈ ചടങ്ങിൽ മാറി നിൽക്കാനൊന്നും പാടില്ലെന്നൊക്കെ കരുണയോടാണെങ്കിൽ ഉണ്ണി പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഉണ്ണിയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ചടങ്ങുകളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ആ സമയമാണെങ്കിൽ കരുണയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. അതാണെങ്കിൽ നമ്മുടെ വാമൻദേവനായിരുന്നു. വാമനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പോവാണ്. നിൻ്റെ അച്ഛനോട് ഒന്നും വിളിച്ചു പോവാതിരിക്കാൻ വേണ്ടി നീ പറയണം. അപ്പോൾ കരുണ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് എത്താൻ നിങ്ങളാണ് കാരണം. എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവരോടും വിളിച്ചു പറയാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ കരുണ പറയുമ്പോൾ നമ്മുടെ വാമൻ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞു, എനിക്കെന്തായാലും ഒരു കുഴപ്പമില്ല. പറഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെയാണ് കുടുങ്ങാൻ വേണ്ടി പോകുന്നത്. ആ മഹാലക്ഷ്മി വരെ അതിൽ കുടുങ്ങുന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. പിന്നെ നിൻ്റെ കാര്യം ഉണ്ണിയൊക്കെ ഇതറിഞ്ഞാൽ എന്തായാലും നിന്നെ ഉപേക്ഷിക്കും. അതിലൊന്നും ഒരു സംശയം ഉണ്ടാവില്ല കരുണേ. അതുകൊണ്ട് അതിബുദ്ധി എന്തായാലും വേണ്ട. എന്തായാലും നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലൊക്കെ വാമൻ പറയുന്നുണ്ട്. വാമനോട് കരുണ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കൂടുതലായിട്ട് പേടിപ്പിക്കുകയൊന്നും വേണ്ട. ഞാനെന്തായാലും ഉണ്ണിയോട് ഇതൊക്കെ പറയാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ കരുണ പറയുന്നുണ്ട്. ആ സമയത്താണ് വീണ്ടും ഉണ്ണി തിരിച്ച് റൂമിലോട്ട് എത്തുന്നത് തന്നെ. ഉണ്ണിയാണെങ്കിൽ കരുണയോട് ചോദിക്കുന്നുണ്ട്, നീ ആരെയാണ് കരുണ ഇങ്ങനെ വിളിക്കുന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, അതൊന്നുമില്ല ഉണ്ണിയേട്ട, മുത്തശ്ശിയാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെയും കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് പോയി നിന്നതാണ്. മുത്തശ്ശിയാണ് വിളിച്ചത്. മുത്തശ്ശിയാണെങ്കിൽ അച്ഛനെയും കൊണ്ട് ഇപ്പം തന്നെ ഇവിടെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, അച്ഛനെയും കൊണ്ട് എങ്ങനെയാണോ മുത്തശ്ശി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പോകുന്നത്, ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുമോ എന്നാണ് മുത്തശ്ശിയുടെ പേടി. അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി എന്നെ വിളിച്ചതെന്നൊക്കെ കരുണയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്. അന്ന് രാത്രി തന്നെ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ പുറത്തോട്ട് പോകുന്നുണ്ട്. അവിടെ എത്തുന്ന സമയത്താണെങ്കിൽ അവിടെ മാർക്കോയും ലോപ്പസും നിൽക്കുന്നുണ്ടായിരുന്നു. ലോപ്പസും മാർക്കോയും കണ്ട് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ ഇയാളെന്തിനാ എന്നെ ഇപ്പോൾ കാണാൻ വേണ്ടി വന്നത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ലോപ്പസിനെയും മാർക്കോയും കണ്ട ഉടൻ തന്നെ ഉണ്ണിയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ കാര്യമെന്ന് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ കാര്യം അന്വേഷിച്ച ശേഷം നമ്മുടെ ലോപ്പസും മാർക്കോയും പറയുന്നുണ്ട്, ഞാനെന്തായാലും ഇവിടെ ഉണ്ടാവില്ല. മഹാലക്ഷ്മിയുടെ 7ാം ചടങ്ങിന് ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം നീ ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ ആ യാത്ര പകുതിയിൽ വെച്ച് ഞാൻ വരും. എന്തായാലും നിനക്കറിയാലോ എൻ്റെ സ്വഭാവം. അതുകൊണ്ട് നീയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും നീ അത് നശിപ്പിച്ചാൽ അതിനുള്ള ഭവിഷ്യത്ത് നിന്നെക്കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കുകയും ചെയ്യും ഉണ്ണി. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ മാർക്കോ ആണെങ്കിൽ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ മാർക്കോയുടെ ഈ ഒരു വർത്താനമൊക്കെ കേട്ടിട്ട് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ ഒന്ന് ഇച്ചിരി പേടിയൊക്കെ ആവുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ഉണ്ണിയായിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയാൽ മാർക്കോയുടെ കയ്യിൽ നിന്ന് നല്ലപോലെ ഇടി കിട്ടുമെന്നുള്ള കാര്യം ഉണ്ണിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഉണ്ണിയായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് മാർക്കോയുടെ വാക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ വളക്കാപ്പിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. നമ്മുടെ കരുണയും ദുർഗയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് കാണേണ്ടത്, ഇതൊക്കെ എന്തിൻ്റെങ്കിലും ആവശ്യമുണ്ടോ അമ്മേ ഇവിടെ നടത്തേണ്ടത്? ഇവൾക്ക് എന്താ വേറെ ഒരു പണിയുമില്ലേ? വളകാപ്പ് നടത്താൻ വേണ്ടി പോകുന്നു. അതിന് മുന്നിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് മഞ്ജു ആണെങ്കിൽ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. ഈ മഞ്ജുവിൻ്റെ വേറൊരു പണിയില്ലേ അമ്മേ എന്നൊക്കെ കരുണയാണെങ്കിൽ ദുർഗയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, അവൾ എൻ്റെ വയറ്റിൽ തന്നെ ജനിച്ചാണോ എന്ന് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ടെന്നുള്ള രീതിയിലൊക്കെ ദുർഗയും സംസാരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ലേഖ വരുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നിട്ട് ലേഖ ചോദിക്കുന്നുണ്ട്, എന്താ മഹി, നിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ, നിനക്ക് എന്താ പറ്റിയത്? ഇത്രയും വലിയൊരു നല്ല കാര്യം നടക്കാൻ വേണ്ടി പോകുമ്പോൾ നീ ഇങ്ങനെ മുഖത്ത് ഓരോ ടെൻഷനും വിചാരിച്ചിരിക്കുന്നത് എന്തിനാണ്? അതൊക്കെ നിന്നോട് ഞാൻ അന്നേ വിടാൻ വേണ്ടി പറഞ്ഞതല്ലേ. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ല ലേഖയെ, എൻ്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതന്ന് നടക്കുന്ന ഒരു ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എന്താണോ മനസ്സിൽ പേടിക്കുന്നത് അതെന്തായാലും ആ ദിവസം നടന്നിരിക്കും. കാരണം ആ പണ്ട് മുതലേ അതങ്ങനെയാണ്. എന്തായാലും ഇന്നെന്തോ അനർത്ഥം സംഭവിക്കാൻ വേണ്ടി പോവുകയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നിട്ടില്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് സന്തോഷിക്കാനുള്ള സമയം പോലും എനിക്ക് കിട്ടുന്നില്ല. എല്ലാ കാര്യങ്ങളും കണ്ണേട്ടനറിഞ്ഞാൽ നിനക്കറിയാലോ കണ്ണേട്ടൻ്റെ സ്വഭാവം എന്നുള്ള രീതിയിൽ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ ലേഖയോട് പറയുന്നുണ്ട്. അപ്പോൾ ലേഖ പറയുന്നുണ്ട്, ആ കാര്യങ്ങളെ ഓർത്തൊന്നും നീ വിഷമിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ ലേഖ സംസാരിക്കുന്നുണ്ട്.
അങ്ങനെ കമലേശ്വരം വീട്ടിലോട്ട് മോഹിനിയാണെങ്കിൽ വരാൻ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്കിങ്ങനെ കെട്ടി ഒരുങ്ങി ചമഞ്ഞ് പോകാൻ നാണോ ഇല്ലേ? നിൻ്റെ ഭർത്താവ് ഇവിടെ സുഖമില്ലാതെ കിടക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, അയാൾ എങ്ങനെ കിടന്നാലും എനിക്ക് എന്തായാലും ഒരു കുഴപ്പമില്ല. കാരണം അയാളെ ഞാൻ സ്നേഹിക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാനതിന് അയാളുടെ വിഷമങ്ങളിൽ വിഷമിക്കണം, എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ലെന്നൊക്കെ മോഹിനി പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ ഒരുപാട് ആൾക്കാരെ കൊന്നും കൊല വിളിച്ചിട്ടുള്ള അനുഭവങ്ങളാണ് അയാളിപ്പോൾ അനുഭവിച്ച് തീർക്കുന്നത്. അത് അയാൾ എന്തായാലും അത് തീർത്തേ മതിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അയാൾ കൊന്ന ഒരാളുടെ കാര്യം നിനക്കറിയാമോ എന്ന് വെച്ചിട്ട് നീ എന്നെയും എൻ്റെ മകനെയും ഇപ്പോൾ ഭരണത്തിൽ കൊണ്ടുപോകാം എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നിൻ്റെ ഭരണമൊന്നും ഇവിടെ നടക്കില്ല മോഹിനി എന്നുള്ള രീതിയിൽ മുത്തശ്ശി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണനോട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമെന്നും കണ്ണനെ അറിയിക്കുമെന്നും നമ്മുടെ മോഹിനി പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കതിലൊരു പേടിയുമില്ല. കാരണം കുടുങ്ങാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ നിൻ്റെ മകൾ ഉൾപ്പെടെ അതിൽ കുടുങ്ങും. കാരണം മഹാലക്ഷ്മി ഇതുവരെ കണ്ണനോട് ആ സത്യത്തെക്കുറിച്ച് വിളിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കണ്ണൻ എന്തായാലും മഹാലക്ഷ്മിയെ സംശയിക്കും. അതുകൊണ്ട് നീ എന്തായാലും ഇത് പറയുമ്പോൾ നിൻ്റെ മകളുടെ പേരും കൂടെ നീ എന്തായാലും പറയണം എന്നുള്ള രീതിയിൽ മുത്തശ്ശി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ മോഹിനിയാണെങ്കിൽ മുത്തശ്ശിയുടെ ഈ ഒരു വാക്കുകൾ കേട്ടിട്ട് ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. കാരണം തൻ്റെ മകളുടെ ജീവിതം കൂടെ ഇല്ലാതാവുമല്ലോ, എന്തായാലും അത് പറയണ്ട എന്നുള്ള രീതിയിൽ മുത്തശ്ശിയോട് നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, ഞാനായിട്ട് ആരോടൊന്നും പറയുന്നില്ല എന്നുള്ള രീതിയിൽ മോഹിനി പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാമനും സീമന്തിരിയും ഒക്കെ നമ്മുടെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ കമലേശ്വരം വീട്ടിൽ എല്ലാവരും എത്തുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ പ്രതാപനോട് പറയുന്നുണ്ട്, നീ എന്താ വരുന്നില്ല പ്രതാപ, നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ ഇവിടെ തന്നെ? അവിടെ ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി, നമ്മളെ കരുണമോള് വിളിക്കുന്നുണ്ട് എന്നുള്ള ഇതിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയുടെ അമ്മേനെ കൊന്നത് നിങ്ങളല്ലേ, അതെന്തായാലും ഞാൻ മോഹിനിയോട് ആ സത്യം വിളിച്ചു പറഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിയെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ച് നിർത്തുന്ന പ്രതാപനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. ശരിക്കും പറഞ്ഞാൽ പ്രതാപൻ്റെ സമനില റെഡിക്കും തെറ്റിയിരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കണ്ണനാണെങ്കിൽ ഇങ്ങനെ വാമൻ വന്ന ഉടൻ തന്നെ പറയുന്നുണ്ട്, പ്രതാപനാണെങ്കിൽ എന്നോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. അയാളിങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുന്നതിലും എനിക്കൊരു സത്യം മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ്റെ അച്ഛനെ കൊന്നത് അയാൾ തന്നെയാണ്. അതിന് ആരാണ് പ്രേരിപ്പിച്ചത് എന്ന് മാത്രം എനിക്കറിയാൻ മതി എന്നുള്ള രീതിയിൽ നമ്മുടെ കണ്ണൻ ഇങ്ങനെ വാമനെ നോക്കി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വാമൻ പറയുന്നുണ്ട്, അയ്യോ മോനെ, എന്തായാലും മോൻ അങ്ങോട്ടേക്കൊന്നും പോവണ്ട. കാരണം അവനിപ്പോൾ സമനില തെറ്റിയിരിക്കുകയാണ്. അവൻ മോനെ എന്തെങ്കിലും ചെയ്താലോ പിടിച്ചു വെക്കാൻ പോലും ആരും കാണില്ല അവിടെ എന്നുള്ള രീതിയിൽ കണ്ണനോട് വാമൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വാമൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നമ്മുടെ പ്രതാപനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പ്രതാപൻ പറയുന്നുണ്ട്, ആർക്കാടാ സമനില തെറ്റിയത്? നിനക്കാടാ സമനില തെറ്റിയത്? നീ കാരണമാണ് ഞാൻ ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടത്. അങ്ങനെ എല്ലാ സത്യങ്ങളും പ്രതാപനാണെങ്കിൽ നമ്മുടെ കണ്ണൻ്റെ മുമ്പിൽ നിന്ന് വിളിച്ചു കൂവി പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനെ കൊന്നത് ഞാനാണ്. എനിക്ക് കൊട്ടേഷൻ എന്നതാ ഈ വാമനാണ്. എനിക്ക് നിന്നോടും നിൻ്റെ അച്ഛനോടും യാതൊരു പകയും ഉണ്ടായിരുന്നില്ല. ഇയാൾ കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേണ്ടി വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രതാപൻ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്. കണ്ണനാണെങ്കിൽ താൻ വീൽ ചെയറിൽ ഇരിക്കുകയാണ് എന്നുള്ള പോലുള്ള കാര്യം മറന്നുപോയി. പെട്ടെന്ന് എഴുന്നേറ്റ് വാമൻ്റെ ചെവിയിടത്ത് നല്ലപോലെ ഒന്ന് അടിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കണ്ണനാണെങ്കിൽ വാമനെയും പ്രതാപനെയും ഒക്കെ ജയിലിലടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാട് ഒരുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചു വരുത്തുകയും കണ്ണനാണെങ്കിൽ ഭയങ്കരമായിട്ട് ശക്തിയായിട്ട് നമ്മുടെ പ്രതാപനെയും വാമനെയും ഒക്കെ അടിച്ച് വീഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ദുർഗയാണെങ്കിൽ കണ്ണൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ കാര്യം മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് തന്നെ.